ഒടുവിൽ രാജ്യം കാത്തിരുന്ന ചരിത്ര പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അമിത്ഷാ. ഇന്നലെ പാർലമെന്റിൽ 90 മിനിറ്റ് നീണ്ടു നിന്ന പ്രസംഗത്തിൽ അദ്ദേഹം ആ വലിയ പ്രഖ്യാപനം നടത്തി. 2015 അദ്ദേഹം തുടങ്ങിവെച്ച ഒരു ഓപ്പറേഷൻ അത് വൻ വിജയത്തിലേക്ക് കലാശിച്ചു എന്നുള്ളത് തന്നെയാണ്. അതായത് ഇന്ത്യയിൽ 2026 മാർച്ച് 31 മുമ്പ് നക്സലിസം എന്നുള്ളത് തുടച്ചു നീക്കുമെന്നുള്ളതായിരുന്നു ആ വലിയ പ്രതിജ്ഞ. അതിൻ പ്രകാരം തുടങ്ങി വെച്ച വലിയ രീതിയിലുള്ള ഓപ്പറേഷൻ സംഭാഷണത്തിലൂടെ ഇല്ലെങ്കിൽ സുരക്ഷയിലൂടെ, അതായത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ മുൻകാലങ്ങളിലൊക്കെ സർക്കാരുകൾ ഈ മാവോയിസ്റ്റുകളുമായി സമന്വയത്തിലാകുകയും അവരെ കീഴടങ്ങാൻ പ്രേരിപ്പിക്കുക ഒരു അഴകുഴമ്പൻ നയമായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെ ആയിരുന്നില്ല. കീഴടങ്ങാത്തവർ കാലപുരി കഴിച്ചുകൊണ്ട് അമിത്ഷാ തുടങ്ങി വെച്ച ഓപ്പറേഷൻ 2015 ജൂൺ മുതൽ 2025 ജൂൺ വരെ നീണ്ടു നിന്ന ഓപ്പറേഷൻ 2026 മാർച്ച് 31 ആകുമ്പോഴേക്കും അവരുടെ ഈ നക്സലുകളുടെ ആക്രമണ സംഭവം 56% കുറയ്ക്കാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ നമ്മുടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരുടെ മരണം 75% നമുക്ക് കുറയ്ക്കാൻ കഴിഞ്ഞു. സാധാരണപ്പെട്ടവർ മരണം 70% കുറയ്ക്കാൻ കഴിഞ്ഞു. ഏതായാലും 2026 മാത്രം 52 നക്സലേറ്റുകൾ കൊല്ലപ്പെട്ടു, 106 പേർ അറസ്റ്റിലായി, 621 പേർ കീഴടങ്ങി. 2025 11 ഇവരുടെ PB അംഗങ്ങളുണ്ട്, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും തലവന്മാരും അടക്കം 364 നക്സലുകൾ കൊല്ലപ്പെട്ടു, 1022 പേർ അറസ്റ്റിലായി, 5 പോളിറ്റ് ബ്യൂറോ കമാൻഡർമാർ ഉൾപ്പെടെ 2337 പേർ കീഴടങ്ങി. 2024 ആയപ്പോഴേക്കും 290 നക്സലുകൾ ഇല്ലാതായി, 1900 പേരെ അറസ്റ്റ് ചെയ്തു, 821 പേർ കീഴടങ്ങി. ഇതിന്റെയൊക്കെ കണക്കുകൾ നോക്കുമ്പോഴാണ് 2014 തന്നെ 40 നക്സൽ തലവന്മാരെയാണ് നാമാവശേഷമാക്കിയത്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ ഏറ്റെടുക്കുമ്പോൾ 126 ഇന്ത്യയിലെ ജില്ലകൾ നക്സൽ ബാധിത ജില്ലകളായിരുന്നു. അതില് 35 ജില്ലകൾ നക്സലുകളുടെ പിടിയിലുണ്ടായിരുന്ന ജില്ലകളാണ്. 2014 മുതൽ നടത്തിയ ഓപ്പറേഷനുകൾ ഇപ്പോൾ ഈ ജില്ലകൾ എല്ലാം തന്നെ നക്സൽ മുക്തമായിരിക്കുന്നു. ഇപ്പോൾ വളരെ ചെറിയ രീതിയിൽ നക്സലുകളുടെ ചില ക്യാമ്പുകളുണ്ട്, അതും അധികം വൈകാതെ തന്നെ അവസാനിക്കുകയാണ്. ഇതിന് ഈ അമിത്ഷായെ പ്രാപ്തമാക്കിയത്, കേന്ദ്ര സർക്കാരിനെ പ്രാപ്തമാക്കിയത് എന്തെന്ന് ചോദിച്ചാൽ, ഈ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ, അതായത് 2013 ഇന്ത്യയിൽ ഈ നക്സൽ കേസുകൾ മാത്രം കൈകാര്യം ചെയ്യാൻ 76 ജില്ലകളിലായിട്ട് 330 പോലീസ് സ്റ്റേഷനേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും പോലീസ് സ്റ്റേഷൻ വെച്ചിട്ടാണ് ഈ കേസുകൾ കൈകാര്യം ചെയ്തത്. എന്നാൽ 2025 ആയപ്പോഴേക്ക് ഈ പോലീസ് സ്റ്റേഷനുകളുടെ എണ്ണം കുറച്ചു. 76 ജില്ലയിൽ നിന്ന് 32 ജില്ലയായി ചുരുങ്ങി. 199 സ്റ്റേഷന്റെ ആവശ്യമേ പിന്നീട് വേണ്ടി വന്നുള്ളൂ. കാരണം ബാക്കിയൊക്കെ ഈ നക്സലുകളെ കൊന്നൊടുക്കിയത് മൂലവും കീഴ്പ്പെടുത്തിയത് മൂലവും ഒക്കെ അവിടെ നക്സലിസം ഇല്ലാതായി. അതോടൊപ്പം തന്നെ 594 ക്യാമ്പുകൾ സൈനിക അർദ്ധസൈനിക പോലീസുകാർക്ക് വേണ്ടിയിട്ട് ഈ നക്സൽ ബാധിത മേഖലകളിൽ സ്ഥാപിച്ചു. കഴിഞ്ഞ 6 വർഷത്തിൽ മാത്രം 406 ക്യാമ്പുകൾ നിർമ്മിച്ചു. നൈറ്റ് ലാൻഡിംഗ് ഹെലിപ്പാഡുകൾക്കും മറ്റുമൊക്കെ നൈറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞ് ലാൻഡ് ചെയ്യാനുള്ള 68 നൈറ്റ് ലാൻഡിംഗ് ഹെലിപ്പാഡുകൾ നിർമ്മിച്ചു. NIA പ്രത്യേക വിങ് രൂപീകരിച്ചു. 112 കേസ് രജിസ്റ്റർ ചെയ്തു. 100 കേസിലെ കുറ്റപത്രം സമർപ്പിക്കാനും ഈ സംഘത്തിന് കഴിഞ്ഞു. 2026 മാർച്ച് 7 തെലങ്കാനയിൽ 130 പേർ കീഴടങ്ങി. 97 കോടി രൂപയാണ് അവരുടെ നിന്ന് പിടിച്ചെടുത്തത്. 40 കോടി രൂപയുടെ സ്വത്തുവകകൾ ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ED മാത്രം അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത് 11 കോടി രൂപയാണ്. നക്സലുകൾക്ക് വലിയ നാശനഷ്ടം വരുത്തിക്കൊണ്ടാണ് ഈ സേന മുന്നേറിയത്. സുരക്ഷാനുബന്ധ ചെലവ് SRE പദ്ധതി പ്രകാരം, SIF പദ്ധതി പ്രകാരവുമൊക്കെ സംസ്ഥാനത്തിന് ഫണ്ട് നൽകി ഈ മേഖലയിലാകെ വലിയ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ ഈ സർക്കാരിന് കഴിഞ്ഞു. വലിയ രീതിയിൽ തന്നെയുള്ള ഫണ്ടാണ് നൽകിയത്. നക്സൽ സംവിധാനങ്ങൾ തകർക്കുന്നതിന് വേണ്ടി സംസ്ഥാനങ്ങൾക്ക് മാത്രം 11 വർഷത്തിനിടയിൽ നൽകിയത് 3331 കോടിയായിരുന്നു. ഇതുവരെ ഈ പുതിയ വർഷം 361.44 കോടി രൂപ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സ്കീമിന് കീഴിൽ തന്നെ ഫോർട്ട് ബീറ്റ് പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ മേഖലയിൽ നിന്നുള്ള ചെറുപ്പക്കാരെ ചേർത്തുകൊണ്ട് ബസ്തർ ബറ്റാലിയൻ രൂപീകരിക്കാൻ കഴിഞ്ഞു. 1761 പേരെയാണ് ഈ പദ്ധതി പ്രകാരം ഈ സേനയിലേക്ക് എടുക്കുകയും ബസ്തർ യൂണിറ്റ് രൂപീകരിക്കുകയും ബസ്തറിലാകെ വലിയൊരു ഓപ്പറേഷൻ നടത്തുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാളിതുവരെ വികസനം കടന്നു ചെല്ലാൻ കഴിയാതിരുന്ന ഈ പറയുന്ന നക്സൽ ബാധിത മേഖലയിൽ 12144 കിലോമീറ്റർ റോഡ് പണിയാൻ ഈ കേന്ദ്ര സർക്കാരിനായി. 17319 കിലോമീറ്റർ റോഡിനാണ് പൈസ അനുവദിച്ചിരുന്നത്. അതിലിപ്പോൾ 12144 കിലോമീറ്റർ പൂർത്തിയായിരിക്കും. നമുക്കറിയാം, ഈ സ്വാതന്ത്ര്യ ദിനത്തിനും ഈ റിപ്പബ്ലിക് ഡേക്കുമൊക്കെ ഇന്ത്യൻ ദേശീയ പതാക പറന്ന പല നക്സൽ ബാധിത ജില്ലകളും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടങ്ങളിലൊക്കെ മികച്ച റോഡുകളായി. പിന്നീട് അവർ അഭിമുഖീകരിച്ച വലിയൊരു വിഷയം തന്നെ ഈ മൊബൈൽ ടവറുകൾ ഇല്ലാത്തതും ടെലിഫോൺ സംവിധാനത്തിൽ വർക്ക് ചെയ്യാത്തതുമായിരുന്നു. അങ്ങനെ 4080 കോടി ചെലവിൽ 2 ഘട്ടങ്ങളിലായി ഇത് പരിഷ്കരിച്ചു. 2343 മൊബൈൽ ടവറുകൾ സ്ഥാപിച്ചു. 2191 ടവറുകൾ 2G നിന്നും 4G ആക്കി മാറ്റി അപ്ഗ്രേഡ് ചെയ്തു. 2022 2210 കോടി
രൂപയായി ഇത് വർദ്ധിപ്പിച്ചു. 2542 മൊബൈൽ ടവറുകൾ സ്ഥാപിച്ചു. അതായത് ഈ പ്രശ്നബാധിത മേഖലകളിലൊക്കെ വലിയ രീതിയിൽ തന്നെ 2G 4G ടവറുകൾ സ്ഥാപിച്ചുകൊണ്ട് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ, ജനങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ ഫാസ്റ്റ് ആക്കുകയും അവർക്ക് പരസ്പരം ബന്ധപ്പെടാനും ഈ രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനും അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ തന്നെയുള്ള ഒരു ഓപ്പറേഷൻ മാത്രമല്ല, വികസനവും ഈ ഓപ്പറേഷൻ നടന്ന് നക്സലുകൾ ഇല്ലാതാകുന്നിടത്തൊക്കെ വലിയ വികസനവുമാണ് കൊണ്ടുവന്നത്. 6025 പോസ്റ്റ് ഓഫീസുകൾ തുറന്നു. ഈ 48 ജില്ലകളിലായി നൈപുണ്യ വികസന പദ്ധതി പ്രകാരം 405 കോടി രൂപ, അതായത് ഇവിടെയുള്ള ഈ തൊഴിലരഹിതരായ ആളുകളെ ഈ നൈപുണ്യ വികസന കേന്ദ്രത്തിൽ എത്തിച്ച് തൊഴിൽ പഠിപ്പിച്ച് തൊഴിൽ നൽകുന്ന ഒരു സ്കീം. LWI കേഡർമാർക്ക് 5 ലക്ഷം രൂപയും ഒപ്പം തന്നെ താഴ്ന്ന ജോലികൾക്കുള്ളവർക്ക് 2.5 ലക്ഷം രൂപയും നൽകി. ഒപ്പം തന്നെ ഈ പഠിക്കാൻ വരുന്നവർക്ക് 10,000 രൂപ വെച്ച് 36 മാസത്തെ ഒരു സ്കോളർഷിപ്പും നൽകുകയുണ്ടായി. ഇതെല്ലാം തന്നെ, അതായത് ഒരു ഭാഗത്ത് നക്സലുകളെ കൊന്നൊടുക്കുന്നു, മറുഭാഗത്താകട്ടെ വലിയ രീതിയിൽ തന്നെ ഇവർക്ക് വികസനത്തിലേക്ക് മുന്നോട്ട് പോകാനും കേന്ദ്ര സർക്കാരിന് ഈ രണ്ടും ഒരേപോലെ നടന്നതുകൊണ്ടാണ് ഈ ഒരു വലിയ ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ഏതായാലും ഞങ്ങൾക്കും ഇതിൽ അഭിമാനമുണ്ട്. 2015 മുതൽ കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതിയുടെ ഭാഗമായി, ഈ നക്സൽ വിരുദ്ധ ഓപ്പറേഷന്റെ ഭാഗമായി സഞ്ചരിച്ചിട്ടുള്ള മാധ്യമത്തിൽ ഒന്നാണ് ന്യൂസ് ഇന്ത്യ മലയാളം. ഏതായാലും ഞങ്ങളും ഈ സന്തോഷം പങ്കുവെക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി തന്നെ. ഏതായാലും നക്സലുകളുടെ വലിയ സ്വപ്നം, ഇല്ലെങ്കിൽ നക്സലുകൾ എന്ന ഭീകരമായ ഒരു രൂപം ഇന്ത്യയിൽ തകർന്നടിയുകയാണ്. ന്യൂസ് ഇന്ത്യ മലയാളം.